അതെ, ഇന്നൊരു ഉച്ചയൂണിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഒരു കൂർക്ക തീയൽ വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ബീട്രൂട്ട് തോരൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തോരനിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് വേണ്ട സോയാബീൻ ഇതുപോലെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂർക്ക വറുത്തരച്ചാണ് വയ്ക്കുന്നത്. ഇനി നമ്മളൊരു 10-25 ദിവസത്തേക്ക് വെജിറ്റേറിയൻ മാത്രമാണ് കേട്ടോ. നമുക്ക് മലയ്ക്ക് പോകാനായിട്ടൊരു നമ്മുടെ വീട്ടിൽ 4 സ്വാമിമാരുണ്ട്, മാലയിട്ടേക്കുവാണ്. അത് കാരണം കൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് വെജിറ്റേറിയൻ മാത്രമാണ്. അപ്പോഴത്തേക്ക് കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അപ്പം അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സോയാബീൻസിനുള്ള പരിപാടിയെല്ലാം ശ്രീകുട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ഒന്നും കറി വെക്കാൻ പറ്റത്തില്ലാത്ത കാരണം കൊണ്ട് ബീഫ് പോലെ ഒരു കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവള് സോയാബീൻസ് കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വേണ്ട വറുത്തരച്ചെല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മുടെ കൂർക്ക തീയൽ ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചൊന്ന് വന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നാരങ്ങ വെള്ളം കൂടി ആയാലോ. അപ്പോൾ നമ്മൾ നാരങ്ങയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിൻ്റെ സോയാബീൻസിനെല്ലാം ചേർത്ത് ശ്രീകുട്ടിയുടെ കറിയാണ് കേട്ടോ. അവൾക്ക് ഇതൊക്കെ വയ്ക്കാൻ അറിയാം. അപ്പോൾ അതേണ്ട അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തീയൽ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു മോരും കൂടെ കാച്ചണം. അപ്പോൾ അതിനൊരു തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് മോര് കറി വയ്ക്കുന്നത്. നിങ്ങളങ്ങനെയാണോ ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേണ്ട തേങ്ങയൊക്കെ ഒന്ന് നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് തൈര് നല്ല മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുക്കുവേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള പരിപാടികൾ. അപ്പോൾ ഈ കറികളെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പപ്പടവും കൂടെ മാത്രമേ വറക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നുണ്ടാക്കിയ കറികളുടെ എന്തിൻ്റെയും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.